ഇന്ന് രാവിലെ തന്നെയുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത ശ്രീ മുകേഷിൻ്റെ ആനയുടെ ആക്രമണത്തെ തുടർന്നുള്ള മരണമാണ്. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സൃഷ്ടിച്ച ആഘാതം ഒരനുശോചനം എന്ന രീതിയിൽ തന്നെ രേഖപ്പെടുത്തുന്ന നിലയാണ് നമുക്ക് സ്വീകരിക്കാനാവുക. മുകേഷിൻ്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുക. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിധി നിർണായകമായ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് വിവിധ ഘട്ടങ്ങളിലായി പൂർത്തീകരിച്ച് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ ഓരോ ഘട്ടം കഴിയുന്തോറും കൂടുതൽ വ്യക്തത കൈവരിക്കുകയാണ്. കോർപ്പറേറ്റ് മാധ്യമങ്ങളിലൂടെ BJP കെട്ടിപ്പൊക്കിയ അവകാശവാദങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു സന്ദർഭത്തിലാണ് രാജ്യം ഇന്നേ വരെ കേൾക്കാത്ത രീതിയിലുള്ള വർഗീയ ധ്രുവീകരണത്തിലുള്ള പ്രചരണങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതൃത്വമാകെ ഭരണ സംവിധാനമാകെ ഇപ്പോഴ് ഇന്ത്യയിലുടനീളം തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അതിവിപുലമായ രീതിയിൽ ഭീകരമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP സർക്കാർ നടപ്പിലാക്കിയ കാർഷിക നയങ്ങളോടുള്ള ഭിന്നത രാജ്യത്തെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ ബാധിച്ച തൊഴിലില്ലായ്മ, പട്ടിണി, മതവിദ്വേഷം ജനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന സമീപനം, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനവികാരം ഭരണകക്ഷിക്കെതിരായി BJPക്കെതിരായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. BJP പരാജയത്തിലേക്ക് നീങ്ങുന്ന രാഷ്ട്രീയ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടുള്ള മതനിരപേക്ഷ കക്ഷികൾ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാനാവുമെന്നാണ് രാജ്യത്തിൻ്റെ വിവിധ മേഖലയിലുള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൻ്റെ തന്നെ ഉൽപ്പന്നമാണ് ഹരിയാനയിലെ BJP മന്ത്രിസഭയുടെ പതനത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ. എന്നാൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ രാഷ്ട്രീയ വിശകലനങ്ങൾ സംഘടിപ്പിക്കാനോ കേരളത്തിലെ ഉൾപ്പെടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാവാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് കേരളം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു ജനതയുടെ ആവാസ കേന്ദ്രമെന്ന നിലയിൽ ഇത്തരം ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഗൗരവപൂർണമായ ഒരു ചർച്ചയ്ക്ക് വിധേയപ്പെടുത്താൻ പോലും നമ്മുടെ മാധ്യമ ശൃംഖലക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായൊരവസ്ഥ.
ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമ ചർച്ച പരിശോധിച്ചാൽ കേരളത്തിൽ വർഗീയത CPM ആണ് ഉയർത്തുന്നത് എന്നുള്ള പ്രചാരവേല UDFൻ്റെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി വടകര പ്രശ്നം വെച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. CPIയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിൽ വർഗീയ ധ്രുവീകരണത്തിനും അശ്ലീല പ്രചരണങ്ങൾക്കും സഖാവ് ശൈലജ ടീച്ചർക്കെതിരായി വടകര നിയോജകമണ്ഡലത്തിലുടനീളം സ്ഥാനാർത്ഥിയും UDFും അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഇത്തരം പ്രചരണങ്ങളെ തുറന്നു കാണിക്കാൻ വടകര നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ വർഗീയ ധ്രുവീകരണത്തിനെ എതിർക്കാനും മതസൗഹാർദ്ദത്തെ നിലനിർത്താനും വേണ്ടിയുള്ള പ്രവർത്തനം താഴെത്തട്ടിൽ നടന്നുവരുന്ന സന്ദർഭത്തിലാണ് UDFുകാർ ഞങ്ങളും മതസൗഹാർദ്ദത്തിന് വേണ്ടി വർഗീയ പ്രചരണത്തിനെതിരായിട്ട് പ്രചാരവേല സംഘടിപ്പിക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. കള്ളൻ സ്ത്രീയുടെ കഴുത്തിലെ മാല പൊട്ടിച്ചോടുമ്പോൾ കള്ളനുൾപ്പെടെ എല്ലാവരും കള്ളനെ പിടിക്കാൻ പോകുന്ന ഒരു നിലയാണ് വടകരയിലെ ഈ വർഗീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടാൻ നേതൃത്വം കൊടുത്ത ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഭ്യാസം. അത് വടകരയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിയും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.